ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 46 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ബർത്തമിയോസിനെ കാഴ്ച നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുക. അവിടെ ജെറീക്കോയിലെത്തി അവൻ ശിഷ്യന്മാരോടും ഒരു വലിയ ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമിയോസിന്റെ പുത്രനായ ബർത്തമിയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ യാചകനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ് ആ വചനഭാവത്ത് കാണുന്നത്. വഴിയരികിൽ അന്ധയാചകൻ, അവന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, അവൻ യാചകനായിരുന്നു, അവൻ വഴിയരികിൽ ഇരിക്കുകയായിരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും യേശു അതിലെ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. വീണ്ടും അവിടെ പറയാണ്, ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. ഈ തിരുവചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആയിരിക്കുന്ന വഴിയരിക് ഏതാണ്? ഈ വഴിയരിക് ഞാൻ എങ്ങനെ ആയിരിക്കുന്നുവോ, എന്ത് അവസ്ഥയിലായിരിക്കുന്നുവോ, എനിക്ക് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം, ഏകാന്തതയിലുണ്ടാവാം, കടബാധ്യതയുണ്ടാകാം, ഒരു ഭവനമില്ലായ്മയുടെ വേദനയാവാം, മക്കളെക്കുറിച്ച് ഓർത്തുള്ള വേദനയാവാം, പലവിധ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന നമ്മൾക്ക് ആ പ്രതിസന്ധി തന്നെയാണ് ഈ വഴിയരിക്. അവിടെ വ്യക്തതയോടെ പറയുന്നു, അന്ധയാചകൻ, ഒന്നും കാണാൻ പറ്റാത്തവ, കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥ. നമ്മുടെ ആത്മീയമായ അറിവ് കുറവിനെ, ആത്മീയമായ അന്ധതയെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ചെന്നെത്തപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ വഴിയരിക്. ഈ അന്ധയാചകൻ യേശുവാണ് അതിലെ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്ന വചനം വളരെ വ്യക്തതയോടെ സംസാരിക്കുമ്പോൾ അപ്പോൾ യേശുവിനെ കുറിച്ച് അവന് ഒരു ധാരണ, ഒരു അറിവുണ്ടായിരുന്നു. അപ്പോൾ അവൻ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അപ്പോൾ യേശുവിൽ നിന്ന് ഒരു രക്ഷ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ വിളിച്ചപേക്ഷിച്ചത്. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്നവർ അവനെ ശകാരിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇന്ന് പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പല പ്രതിസന്ധികളും നമ്മുടെ ഇടയിൽ കടന്നു വരും. നമുക്ക് ചിലപ്പോൾ നാണക്കേട് വരാം, ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. പ്രതിസന്ധികളെ തരണം ചെയ്ത് അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന വചനം രേഖപ്പെടുന്നു. നമ്മൾ നമ്മുടെ പ്രതിസന്ധിയും മറികടക്കാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കൃപാവരമാണ് ആത്മധൈര്യം. ധൈര്യത്തോടുകൂടി പ്രതിസന്ധിയെ കവച്ചു വെച്ചുകൊണ്ട്, പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. തൽക്ഷണം ഈശോ അവിടെ നിന്നു, എന്നിട്ട് അവനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു, ഗുരു നിന്നെ വിളിക്കുന്നു, എഴുന്നേൽക്കുക, ഗുരു നിന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന് വചനം നമ്മെ സൂചിപ്പിക്കുന്നു. അവനായിരിക്കുന്ന ആ വഴിയിരിക്കുന്ന നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ കുതിച്ചു ചാടി, അവൻ എഴുന്നേറ്റ് ഓടി. ആരുടെ അടുത്തേക്കാണ്? നേരെ പോയത് യേശുവിൻ്റെ അടുത്തേക്കാണ്. ഞാൻ എൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആ വ്യക്തതയില്ലാത്ത എൻ്റെ ധാരണകളിൽ നിന്ന് ഞാൻ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞാൻ അതിനെ മറികടക്കണം. ഞാൻ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് അത് ചെയ്യുന്നത് എങ്ങനെ? ഗുരു നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു പോകാൻ, കർത്താവിനെ അന്വേഷിക്കാൻ തക്കവണ്ണം എൻ്റെ മനസ്സ് സജ്ജമായിരിക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുവിനെ കൂടാതെ നമുക്കൊന്നും കഴിയില്ല. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ എൻ്റെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ യേശുവിലുള്ള എൻ്റെ പ്രത്യാശ, എൻ്റെ വിശ്വാസം എത്രമാത്രം ഉയരത്തിലാണോ അത്രമാത്രം വേഗതയോടുകൂടി എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകാൻ സാധിക്കും. അവൻ എഴുന്നേറ്റ് പോയത് എങ്ങനെയാണെന്ന് അറിയാമോ? വചനം പറയുകയാണ്, അവൻ തൻ്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞു. അവനായി തരം തിരിച്ച് മാറ്റുന്ന ഒരു പുറംകുപ്പായം അവനിൽ ഉണ്ടായിരുന്നു. ഈ യാചകന്റെ വേഷം, ഈ യാചകന്റെ വേഷം അവൻ അഴിച്ച് അവൻ നിന്നെടുത്ത് തന്നെ വെക്കാമായിരുന്നു അവന്. പക്ഷേ അവൻ ചെയ്തത് അത് ദൂരെ എറിഞ്ഞു. അതായത് ഇനി എനിക്ക് അത് ആവശ്യമില്ല. എൻ്റെ രക്ഷകനായ യേശുവിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ എൻ്റെ പ്രതിസന്ധികൾ ഒന്നും എനിക്ക് ഒരു പ്രതിസന്ധിയെ ആയിരിക്കില്ല. ഞാൻ അതിനെ മറികടന്നിരിക്കുന്നെന്ന വലിയൊരു പ്രത്യാശ അവനിൽ ഉണ്ടായിരുന്നു. യേശു എന്നെ രക്ഷിക്കും, എൻ്റെ ആവശ്യം അവനിൽ നിറവേറ്റപ്പെടും എന്ന വിശ്വാസത്തോടുകൂടി അവൻ തൻ്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞു. അവൻ ഓടിക്കടന്നു പോവുകയാണ്. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? യേശുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇവിടെ എൻ്റെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതിസന്ധിയിൽ കർത്താവ് ഇടപെടണമെങ്കിൽ നമ്മുടെ ഒരു അനുവാദം,
അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹകരണം ആവശ്യമാണെന്ന് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവിടെ എൻ്റെ ആഗ്രഹവും എൻ്റെ സഹകരണവും വളരെ വ്യക്തതയോടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഗുരു, എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം. വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനഭാഗമാണ്. അവൻ പറഞ്ഞത് എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണമെന്നാണ്. ആ വീണ്ടും കാഴ്ച കിട്ടണം എന്ന് പറയുവാൻ കാരണം അതിനു മുൻപ് അവന് കാഴ്ച ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ആ തിരുവചനത്തിലൂടെ. അപ്പോൾ എങ്ങനെയാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത്? ലൗകിക മോഹങ്ങളാൽ നമ്മൾ കടന്നു പോകുമ്പോൾ ലൗകിക വ്യഗ്രത, ജീവിതത്തിൻ്റെ വ്യഗ്രത, നമുക്കറിയാം നമ്മുടെ പാപ സാഹചര്യം കടന്നു വരുന്നത് കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ വ്യഗ്രത, ഇതിലൂടെയൊക്കെ കടന്നു വരും. ലോകം, ശരീരം, പിശാച് എന്നിവയിലൂടെ പാപവും പാപ സാഹചര്യവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ അതിജീവിക്കുന്ന ഒരു വചനഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നമ്മിൽ സംഭവിക്കുന്ന അന്ധത, നമ്മൾ കർത്താവിൻ്റെ വെളിച്ചം, ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ആ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവന് തിരികെ വരുവാൻ, അവൻ വീണ്ടെടുക്കുവാൻ, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. ഈ തിരുവചന ഭാഗം നമ്മൾ ഇത്രയും എടുത്തു നോക്കുമ്പോൾ, ഒന്ന്, എൻ്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കും. അവനിരുന്ന വഴിയരുത് അവസ്ഥ മനസ്സിലാക്കി, കർത്താവ് എന്നെ രക്ഷിക്കും, ഒരു പ്രത്യാശയുടെ കിരണം അവിടെ ഉണ്ട് എന്ന ഉത്തമമായ ബോധ്യവും വിശ്വാസവും നമ്മെ കൂടുതൽ ആഴത്തിലേക്ക്, വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു പോവുകയും ദൈവത്തിൽ വിശ്വാസം ഏറ്റുപറയുവാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യും. അതാണ് ദാവീദിന്റെ പുത്ര എന്നൊരു വിളി. യേശുവിനെ വിളിക്കാനുള്ള ഒരു മനോധൈര്യം, ഒരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നു. യേശുവിനെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് കടന്നു വരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല പ്രതിസന്ധികളുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന പ്രതിസന്ധി, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, വിശ്വാസത്തിൽ ഉള്ള ഒരു ചഞ്ചലിപ്പ്, ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അതിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തോടുള്ള ഒരു ഏറ്റുപറച്ചിൽ, ആ ഏറ്റുപറച്ചിലാണ് കർത്താവ് നിൽക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം കേട്ട് കർത്താവ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? യേശു നിന്നു, എന്നിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞു. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന ഏറ്റവും വലിയ തെളിവാണ്. അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അവൻ കാതോർത്തു. ആ ശബ്ദം അവൻ്റെ കാതുകളിൽ വന്നടിച്ചപ്പോൾ അവൻ നിന്നു, എന്നെ സഹായിക്കാനായി എന്നിലേക്ക് തിരിഞ്ഞു. ഇവിടെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചവർ പറയുന്നുണ്ട്, എഴുന്നേൽക്കുക, ഗുരു നിന്നെ വിളിക്കുന്നു. ഞാനായിരിക്കുന്നിടത്ത് നിന്ന് ഞാൻ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്, കൃപ ലഭിക്കണമെങ്കിൽ. അപ്പോൾ എൻ്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു എന്ന് അവിടെ വ്യക്തമാണ്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. പാപത്തിൽ നിന്നാണെങ്കിലും ഒരു മോചനം ലഭിക്കാൻ തക്കവണ്ണം ഒരു ഏറ്റുപറയുവാൻ എന്നിൽ ഒരു അനുതാപം ഉണ്ടാകണം, പാപബോധം ഉണ്ടാകണം. അങ്ങനെ കടന്നു വരുമ്പോൾ, യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു പോകുമ്പോൾ, പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഇത് തന്നെ എടുത്തണിയാമെന്ന് പറഞ്ഞ് അവൻ്റെ മേലെങ്കിൽ ആ സൈഡിൽ ഒതുക്കി വെച്ചില്ല, അവനെടുത്ത് ദൂരെ എറിയുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ, എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ ഞാൻ കടന്നു പോകുമ്പോൾ, ആ പാപ സാഹചര്യത്തെ ഞാൻ ദൂരെ എറിയേണ്ടത് ആവശ്യമാണ്. ഇനി ഞാൻ അതിലേക്ക് കടന്നു പോവുകയില്ലെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ കടന്നു പോകുമ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് ശ്രമിക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവും ഞാനുമായ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെ എൻ്റെ ചെവിയോട് ചേർന്ന് കടന്നു വരുന്നുണ്ടോ? എനിക്കത് ശ്രമിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് പ്രത്യുദ്ധരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണമെന്ന്, നഷ്ടപ്പെട്ടു പോയതൊക്കെയും എനിക്ക് വീണ്ടെടുത്ത് ലഭിക്കണം, പ്രത്യാശയിലേക്ക് എനിക്ക് കടന്നു വരണം, പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് നിത്യജീവിതത്തിലേക്ക്, നിത്യജീവനിലേക്ക് എനിക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഏറ്റുപറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇത് നമുക്ക് വിചിന്തനത്തിനുള്ള ഒരു സമയമാണ്. എൻ്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ വിലയം പ്രാപിക്കാൻ, എൻ്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ ആശ്രയമർപ്പിച്ച് ആ ദൈവത്തെ കൂടുതൽ ഉച്ചത്തിൽ, കൂടുതൽ സ്നേഹത്തോടുകൂടി, കൂടുതൽ പ്രത്യാശയോടുകൂടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഇനി ഞാൻ ഒരുക്കമാണ്. അവിടെ കർത്താവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം പറയാം. എന്താണ് ചെയ്തു തരേണ്ടതെന്നാണ് കർത്താവ് ചോദിച്ചത്. എനിക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ദൈവത്തിന് നന്ദി പറയാം, യാചനകൾ സമർപ്പിക്കാം, ആരാധന അർപ്പിക്കാം. ഇവിടെയൊക്കെയും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, തൽക്ഷണം
അവൻ സുഖം പ്രാപിച്ചു. കർത്താവ് നമ്മോട് ചേർന്ന് കഴിഞ്ഞാൽ നാം എല്ലാം നേടിക്കഴിഞ്ഞു. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുവാൻ കർത്താവ് പറഞ്ഞു. അവിടുത്തെ കൽപ്പന പാലിക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചോദിക്കാം. അവിടുത്തെ കൽപ്പന എന്താണ്? സ്നേഹം തന്നെയാണ്. നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് എന്ത് ചോദിച്ചാലും നമ്മുടെ തമ്പുരാൻ നമുക്ക് തരും. ഈ തിരുവചനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. കർത്താവായ ഈശോയെ, ഞാൻ എവിടേക്കാണ് തളർന്നു പോയത്, തകർന്നു പോയത്? ഏതവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്? എൻ്റെ ഈശോയെ, എന്നോടൊപ്പം നീ ഉണ്ടോ എന്ന് എനിക്കറിയാത്ത പല അവസ്ഥകളും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെയും വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ ഒരു മിന്നാമിനിയുടെ നുറുങ്ങുവെട്ടം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യാശയോടുകൂടി നിന്നെ വിളിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കർത്താവെ, ഇതിന് കഴിയാതെ പോയ നിമിഷങ്ങൾ കർത്താവെ ഞാൻ ഓർത്ത് മാപ്പ് പറയുകയാണ്. വീണ്ടും നിന്നിലേക്ക് ചേർന്ന് വരുവാൻ, നിന്നെ വിളിച്ചപേക്ഷിക്കുവാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു. നാം തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ സ്വരം, ആ സ്വരത്തിന് കാതോർക്കാൻ, ആ സ്വരത്തിന് മറുപടി പറയാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ സ്വരം എൻ്റെ കാതുകളെ ഇന്നും എപ്പോഴും കേൾക്കാൻ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമാക്കണം. നിശബ്ദതയിലാണ് അവിടുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ശാന്തമാവാം. വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയാം. ദൈവത്തിൻ്റെ പ്രത്യേകത അവിടെ നിന്നാണ് സർവവും. ഈ സർവസ്വമായിരിക്കുന്ന ദൈവത്തിൽ ഞാൻ പ്രത്യാശയർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ആവശ്യത്തിന് മേൽ കൃപ ചൊരിയുന്ന തമ്പുരാനെ എനിക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ തിരുവചനം നമ്മെ ഓരോ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയും അതിൽ നിന്ന് വ്യതിചലിക്കേണ്ടിടത്ത് വ്യതിചലിക്കാനും കൂട്ടി ചേർത്ത് പിടിക്കേണ്ടിടത്ത് ചേർത്ത് പിടിക്കുവാനും ഈ വചനം നമ്മളെ പ്രാപ്തമാക്കും. ഇതിൻ്റെക്ക് അവസാനം നമുക്ക് ആ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം ലഭിക്കും. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. എൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ, ഉൾക്കാഴ്ച തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആഴത്തിലേക്ക് വലയിറക്കുവാൻ മത്സ്യസമ്പത്ത്, വചനസമ്പത്ത് ശേഖരിക്കാൻ തക്കവണ്ണം ഈശോയെ എന്നെ പ്രാപ്തമാക്കണമേ. ഈ തിരുവചനത്താൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ വഴിയരിൽ നിന്നൊക്കെയും എനിക്ക് എഴുന്നേൽക്കുവാനും എൻ്റെ മുന്ന തമ്പുരാൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനും ആ സ്വരം ശ്രവിക്കാനും ആ മാറോട് ചേർന്ന് നിൽക്കുവാനും ആ തിരുവിലാവിൽ നിന്നൊഴികെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെടുവാനും മുദ്രിതമാകുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും നയിക്കപ്പെടുവാനും മറ്റുള്ളവരിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ചുരിഞ്ഞു നൽകുവാനും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനം അതിനായി നമ്മെ പ്രാപ്തമാകട്ടെ. ഈ വിചിന്തനം ദൈവം നമുക്കായി നൽകിയിട്ടുള്ളതാണ്. അത് ദൈവം സമൃദ്ധമായി നൽകുന്ന കൃപയിലേക്കുള്ള ഒരു വഴിയാണ്. ഈ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.